ഒരു ചെടിയുടെ ബിസിനസ്സിൽ നിന്നും ഒരു വർഷം 1 കോടിയുടെ ബിസിനസ് ചെടിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ എൻ്റെ ബിസിനസ് ഓട്ടോമേറ്റ് ചെയ്ത് കിട്ടി എന്നുള്ളത് കാറ്റ്സോളിൽ നിന്ന് കിട്ടിയതാണ്. 1 രൂപീ ചലഞ്ചിന് ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കാറ്റ്സോളിന് വന്നില്ലായിരുന്നെങ്കിലും ഇപ്പോഴും ഒന്നും ആവത്തില്ല. ഇപ്പോഴും അവിടെ ഫേസ്ബുക്കിൽ കിടന്ന് നാട്ടുകാരുടെ അടുത്ത് അടി വെച്ചു, അവിടെയും പോയി ഇവിടെയും പോയി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് ഈ ഒരു ലെവലായത്. ശരിക്കും നമുക്കൊരു മെൻറ്ററിൻ്റെ ആവശ്യം വരുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും നമ്മളെ കൊണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് സെയിൽ വന്നു തുടങ്ങി. സെയിൽ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സെയിൽ വന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ സാറ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നു. അപ്പോൾ അതിൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യം ഉണ്ടാക്കി തന്നതും എനിക്കൊരു മിഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നതും ഒക്കെ കാറ്റ്സോളിൽ വന്നിട്ടാണ്. 10-30 ദിവസം കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ട് വന്നപ്പോൾ തന്നെ എനിക്ക് മാറ്റം വന്നു. ചാനൽ കയറാൻ തുടങ്ങി. അപ്പോൾ അന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടാണ് പാട്, ഇത് 2 ലക്ഷം ആവാനായിട്ട് എളുപ്പമാണ്, അടുത്ത വർഷം 2 ലക്ഷം ആവുന്നു. ഇതിപ്പോൾ അടുത്ത വർഷം, ഇപ്പോൾ 11 മാസമായപ്പോൾ എനിക്ക് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സായി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാഷൻ എന്താണോ അതിൽ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു കാറ്റഗറി തന്നെ നോക്കി ചെയ്യും. ഇപ്പം ഞാൻ ചെടികളാണ്, ഈ ചെടികളുടെ ചാനലിൽ വേറൊരു സംഭവം കൊണ്ടുവന്നിട്ട് എനിക്ക് റീച്ച് കിട്ടില്ല. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എൻ്റെ ജീവിതം എന്ന് വെച്ചാൽ ഇങ്ങനെ കളിച്ച് ജീവിച്ച് അതും ഇതും എന്താ പറയുന്നത് ഫേസ്ബുക്കിലും അവിടെയൊക്കെ കയറി നാട്ടുകാരുടെ കമന്റിന് മറുപടി പറഞ്ഞ് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യം ഉണ്ടാക്കി തന്നതും എനിക്കൊരു മിഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നതും ഒക്കെ കാറ്റ്സോളിൽ വന്നിട്ടാണ്. എന്ന് വെച്ചാൽ ചെടികൾ ഇഷ്ടത്തോടെ, അതായത് വീട്ടിൽ സന്തോഷത്തിനായിട്ട് വളർത്തുന്ന ചെടികളിൽ നിന്ന് ഒരു സ്ഥിര വരുമാനം ഒരുപാട് പേർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മിഷൻ. അപ്പോൾ കൂടുതൽ ഹൗസ് വൈഫ് സ്റ്റുഡൻസിനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു മിഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായിരുന്നു ആദ്യം ഞാൻ എങ്ങനെയാണ് ചെടികളെ ഇഷ്ടപ്പെട്ട് എങ്ങനെയാണ് ചെടികളിലേക്ക് വന്നതെന്ന് അറിയണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പണ്ട് മുതലേ തന്നെ ചെടികൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാര്യം എൻ്റെ വീട്ടിൽ 5 സെന്റിലാണ് എൻ്റെ വീടുള്ളത്. 5 സെന്റിൽ ഏതാണ്ട് 5 സെന്റ് നിറഞ്ഞിട്ട് വീട് നിൽക്കുക ചെയ്യുന്നത്. ചുറ്റും ഒരു ഇച്ചിരി സ്ഥലമുണ്ടോ. അപ്പോൾ ഇച്ചിരി സ്ഥലത്ത് പണ്ട് മുതലേ മമ്മിയും പപ്പയും ഒക്കെ ചെടികൾ വളർത്തുമായിരുന്നു. അപ്പോൾ നിറച്ച് ചെടികൾ ആ ടൈമിലുണ്ട്. പിന്നെ എന്താ പറയുക, വീടിന് ചുറ്റും ഇങ്ങനെ മതിലുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ എന്താ പറയുക നാട്ടുകാരെയൊക്കെ കാണിക്കണമെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മതിലിലൊക്കെ ഇങ്ങനെ വെറൈറ്റി ചെടികൾ വെച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെറൈറ്റീസ് കൊണ്ടുവരാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ജെറിബ്ര എന്ന് പറയുന്ന ഒരു ചെടി കണ്ടു. അതിങ്ങനെ മതിലിൽ ഫുള്ളായിട്ട് വെച്ചു. അന്ന് എനിക്ക് ഏതാണ്ട് 20 രൂപയ്ക്ക് കുറേ തൈകൾ മേടിച്ചിട്ട് 100 ചട്ടികളിലോളം വെച്ചു. എനിക്കൊരു 800 രൂപയായിരുന്നു അന്ന് ചിലവായത് ആ ചെറിയ തൈകൾ മേടിക്കാനായിട്ട്. പക്ഷേ ഒരു 45 ദിവസം ആയപ്പോഴത്തേക്ക് ആ ചട്ടിയെല്ലാം നിറഞ്ഞിങ്ങനെ പിടിക്കുക. അറിയാതിരിക്കല്ലോ, നിങ്ങൾ ചെടികൾ വളർത്തുമ്പോൾ അറിയാലോ, ചില ചെടികളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് തൈകൾ ഉണ്ടാവും, പെട്ടെന്ന് പൂക്കളാവും. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റിയാണ് ഈ ജെറിബ്ര എന്ന് പറയുന്നത്. അന്ന് അതിന് ഒരു ചെടിക്ക് 120 രൂപയായിരുന്നു വില വരുന്നത്. പക്ഷേ നമ്മളത് ഈ ഗാർഡനിലൊക്കെ കൊണ്ടുപോയിട്ട് നശിച്ചു പോകത്തില്ലേ, സെയിൽ ചെയ്തതിൻ്റെ ബാലൻസ് വരുന്നത് വില കുറച്ച് കിട്ടിയിട്ട് അങ്ങനെയുള്ള കുറേ തൈകൾ മേടിച്ച് വയ്ക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു 45 ദിവസമായപ്പോഴത്തേക്ക് ചട്ടി നിറഞ്ഞ് പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നു. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ചോദിച്ചു, അവർക്കൊക്കെ കുറേ കൊടുത്തു. കാര്യം ചട്ടി
കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അത് അതിനകത്ത് നിർത്തിയിരിക്കാൻ പറ്റില്ല. പിന്നെ പൂക്കളൊക്കെ ചെറുതായി പോകും. അപ്പോൾ അത് ഒഴിവാക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുറേ ഫ്രണ്ട്സിന് കൊടുത്തു. പക്ഷേ അത് ഒരുപാടുണ്ടോ, അതായത് ഒരു ചട്ടി തന്നെ 10-20ഓളം തൈകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് അന്ന് ഫേസ്ബുക്ക് ഉണ്ട്, ഫേസ്ബുക്കിൽ കയറിയിട്ട് ഒരു ആഡ് ഇടുമായിരുന്നു. എന്താ പറയുന്നത്, 15 തൈകൾ 500 രൂപയ്ക്കെന്ന് പറഞ്ഞിട്ടൊരു ആഡ് ഇട്ടു. അപ്പോൾ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് അത് ഫുള്ള് എനിക്ക് വിറ്റുപോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 800 രൂപ ചിലവാക്കിയ സ്ഥലത്ത് ഒരു 45 ദിവസം കൊണ്ട് 50,000 രൂപയുടെ വരുമാനം എനിക്ക് വന്നു. അപ്പം നമ്മൾ ഈ വേറെ വരുമാനമൊന്നും ഇല്ലാതിരിക്കുന്ന സമയമല്ലേ, അപ്പോൾ ഇത്രയും പൈസ പെട്ടെന്ന് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്തൊരു സെയിലുണ്ട്, അല്ലെങ്കിൽ ഇത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ കുറേശ്ശെ സെയിലൊക്കെ തുടങ്ങി വരുമായിരുന്നു. അപ്പോഴാണ് പ്രവീൺ സാറിൻ്റെ ഒരു ആഡ് കാണുന്നത്. എനിക്ക് തോന്നുന്നു 2018 പ്രവീൺ സാറിൻ്റെ ഒരു ആഡ് കാണുന്നത്. അങ്ങനെ 2018 സാറിൻ്റെ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞു. 2019 ഡിസംബർ 13 സാർ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നത്. അപ്പോൾ എന്നിട്ടും ഞാൻ ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഞാൻ ആരുടെ മുഖത്ത് നോക്കി സംസാരിക്കത്തില്ലായിരുന്നു. കാരണം അതിന് മുന്നേ തന്നെ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് എൻ്റെ താടിയെല്ലാം ഇത്രയും ഭാഗം ഇളകിപ്പോയിരുന്നു, പല്ലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് വീട്ടിൽ തന്നെ ഇരുന്ന് ഫേസ്ബുക്കിൽ കളിച്ചൊക്കെ ഇരിക്കുന്ന സമയമാണ്. ആരെയും നോക്കും, പുറത്തിറങ്ങി സംസാരിക്കും, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇത് കണ്ടോ, ഇതായിരുന്നു എൻ്റെ കോലം. ഞാൻ ചിരിക്കുന്നതേ അങ്ങനെയായിരുന്നു, വാ തുറന്ന് സംസാരിക്കില്ല. അപ്പോൾ സാറിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിന് വരുന്ന സമയത്തും ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും പല്ല് പോയിട്ട് പല്ല് വയ്ക്കാത്ത എന്താണ്? അതെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ പല്ല് പോയി അത് പല്ല് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ പല്ല് വയ്ക്കാനൊക്കെ വരുമ്പോൾ ആ തണുപ്പും പ്രത്യേക ഒരു ഫീലൊക്കെ വന്നപ്പോൾ പേടിയായി പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു പല്ല് വയ്ക്കണം. അപ്പോൾ തന്നെ നോ പറഞ്ഞിട്ട് പല്ല് വെക്കണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഇറങ്ങി. പിന്നെ ഏതാണ്ട് 2 വർഷത്തോളം പല്ല് വെച്ചിട്ടേ ഇല്ല. എനിക്ക് അതങ്ങ് ഓക്കെ ആയി. പല്ലില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കാര്യം നമ്മൾ പുറത്ത് പോകുന്നില്ല, വെറുതെ ഫേസ്ബുക്കിൽ ഇടാനുള്ള ഫോട്ടോസ് ഇങ്ങനെ വാടച്ച് പിടിച്ചൊക്കെ എടുത്താൽ മതി. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് സാറിൻ്റെ ക്ലാസ്സിൽ ലൈവായിട്ട് അറ്റൻഡ് ചെയ്തു. ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ സാറ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നു. എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തില്ല, കാരണം പല്ലില്ല. വീഡിയോ ചെയ്യുമ്പോൾ പല്ല് കാണിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാണ്ട് കുറേ കാലം അങ്ങനെ തന്നെ പോയി. 2020 ഫെബ്രുവരി 28 ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ പല്ല് വെച്ചിട്ടാണ് ഫസ്റ്റ് വീഡിയോ 2020 ഫെബ്രുവരി 28 ചെയ്തു. പിന്നെ കണ്ടിന്യൂസ് കുറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, റെഗുലർ ആയിട്ടൊന്നും അല്ലാണ്ട് അതിന് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് സെയിൽ വന്നു തുടങ്ങി. സെയിൽ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സെയിൽ വന്നു. നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സെയിൽ വന്നു. അപ്പോൾ പിന്നെ വീഡിയോയിലുള്ള ശ്രദ്ധ കുറഞ്ഞു. നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ തീർന്നു. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ചെടികൾ എടുത്തിട്ട് അങ്ങനെ സെയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വർക്ക് ഒരുപാട് വന്നപ്പോൾ പിന്നെ വർക്കിൻ്റെ പിറകെ അതിനിടയ്ക്ക് എൻ്റെ തൊണ്ടയ്ക്കൊരു പ്രോബ്ലം വന്നു. ഇങ്ങനെ വോക്കൽ കോഡിലെ ചെറിയ കുരുപ്പുകൾ ഉണ്ടായിട്ട് എനിക്ക് സംസാരം ഫുള്ളായിട്ട് പോയി. എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഏതാണ്ട് 8 മാസത്തോളം എനിക്ക് വോയിസ് റെസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പം സംസാരിക്കത്തില്ല. വീഡിയോ ആ സമയത്ത് ചെയ്തിട്ടില്ല. പക്ഷേ ആ സമയത്ത് വീഡിയോ ചെയ്യാതിരുന്നിട്ടും എനിക്ക് വരുമാനത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മുന്നേ ചെയ്തിട്ടിരുന്ന വീഡിയോയിൽ നിന്ന് ആ സമയത്ത് എനിക്ക് ആവശ്യത്തിലധികം സെയിൽ വന്നുകൊണ്ടിരുന്നു. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതിലും കൂടുതൽ സെയിൽ ആ സമയത്ത് വന്നുകൊണ്ടിരുന്നു. അപ്പോഴും എനിക്ക് വീഡിയോയുടെ ഒരു ഇതോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകണം അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. എനിക്ക് വീഡിയോ ഇടുന്നു, എനിക്ക് വരുമാനം വരുന്നു, അല്ലെങ്കിൽ ഓർഡർ വരുന്നു, അങ്ങനെ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ സെയിലൊക്കെ ഒരുപാടായ ടൈമിൽ പിന്നെ അതൊന്ന് മാനേജ് ചെയ്യണം. സെയിൽ എങ്ങനെ എടുക്കാം, നമ്മുടെ വാട്സപ്പ് വഴിയായിരുന്നു സെയിൽ എടുത്തുകൊണ്ടിരുന്നത്, അതൊന്ന് ഓട്ടോമേറ്റ് ചെയ്യണം. അതിന് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും സാറിനെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് സാർ എനിക്ക് ഒരു 21 ഡേയുടെ ചലഞ്ച് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ 21 ഡേയുടെ ചലഞ്ചിൽ ജോയിൻ ചെയ്തു. അവിടെ വന്നപ്പോഴത്തേക്ക് സാർ ഒരു 100 ഡേ വീഡിയോ ചലഞ്ച് വെച്ചു. അപ്പോൾ അന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 16,000 ആയിരുന്നു. 16,000-ൽ സ്റ്റക്കായി നിൽക്കുകയാണ്. കാര്യം നമ്മൾ പിന്നെ വീഡിയോ ചെയ്യണില്ലല്ലോ, അത് അവിടെ അങ്ങനെ നിൽക്കുമായിരുന്നു. 8 മാസത്തോളം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വീണ്ടും 21 ഡേയിൽ വന്നപ്പോൾ 100 ഡേ ചലഞ്ച് വന്നു സാറിൻ്റെ. 100 ദിവസം 100 വീഡിയോ ഇടണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ആ ചലഞ്ച് ഏറ്റെടുത്തു. 100 ദിവസം വീഡിയോ ഇടാൻ തുടങ്ങി. ഒരു 10-30 ദിവസം കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ട് വന്നപ്പോൾ തന്നെ എനിക്ക് മാറ്റം വന്നു.
ചാനൽ കയറാൻ തുടങ്ങി. പിന്നെ അതിനിടയ്ക്ക് ആ സമയത്താണ് ഷോർട്സ് ഒക്കെ വരുന്നത്. അപ്പം ശരിക്കും നമുക്കൊരു മെൻറ്ററിൻ്റെ ആവശ്യം വരുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും നമ്മളെ കൊണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ സാർ എന്നെ വിളിച്ചിട്ട് പറയും ഷോർട്സ് എന്നൊരു സംഭവമുണ്ട്, ചെറിയ 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റിനുള്ളിൽ വരുന്ന വീഡിയോസാണ് ചെയ്യേണ്ടത്, അത് ചെയ്യാൻ പറഞ്ഞു. അന്ന് മുതൽ അത് ചെയ്തു തുടങ്ങിയതാണ്. ഇന്ന് വരെ എനിക്ക് തോന്നുന്നു 2021 100 ഡേയ്സ് ചാലഞ്ച് തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരു ദിവസം വീഡിയോ മുടക്കിയിട്ടില്ല, എല്ലാ ദിവസവും വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ 100 ഡേയ്സ് ചാലഞ്ചിൽ. ഞാൻ ഒരാൾ മാത്രമേ ലേഡി ആയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇതെല്ലാം എൻ്റെ കൂടെയുള്ളവരാണ്. ഇപ്പോൾ കല്യാൺജിയുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത് കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമാണ്. ഇവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു ഇത്. 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ കേക്ക് കട്ട് ചെയ്തതാണ്. അപ്പോൾ അന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടാണ് പാട്, ഇത് 2 ലക്ഷം ആവാനായിട്ട് എളുപ്പമാണ്, അടുത്ത വർഷം 2 ലക്ഷം ആവുമെന്ന്. ഇതിപ്പോൾ അടുത്ത വർഷം, ഇപ്പോൾ 11 മാസമായി. 11 മാസമായപ്പോൾ എനിക്ക് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സായി. ഇതിനൊറ്റ കാര്യമേ ഉള്ളൂ, സാറ് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു. വീഡിയോ ചെയ്യുന്ന കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു എന്താണ് വീഡിയോ ചെയ്യുന്നതിന്, അതിനെക്കുറിച്ച് പറഞ്ഞുതരാൻ. അപ്പോൾ അതിലെനിക്ക് പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാഷൻ എന്താണോ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുക. കാര്യം എനിക്കിതല്ലാതെ ഞാനൊരു ട്രാവൽ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഫുഡിൻ്റെ ചാനൽ തുടങ്ങി, ഫുഡ് ട്രാവൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. മോട്ടിവേഷൻ, ഫുഡ്, ട്രാവലൊക്കെയാണ് അതിൽ ചെയ്യുന്നത്. പക്ഷെ ആ വീഡിയോ മുന്നോട്ട് പോവില്ല, കാര്യം അതെൻ്റെ പാഷനല്ല. അത് ഞാൻ വല്ലപ്പോഴും കൂടെ കഴിക്കാൻ പോയിട്ട് ഒരു വീഡിയോ എടുക്കും, അല്ലെങ്കിൽ ഞാൻ വല്ലപ്പോഴും കൂടെ യാത്ര പോകും. പക്ഷേ ചെടികളെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ളതാണ്, അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ വളർത്തുന്ന അല്ലെങ്കിൽ എൻ്റെ ഗാർഡനിൽ വളർത്തുന്ന ചെടികളും ഞാൻ ദിവസവും പോയി കാണുന്നത്, എനിക്കത് ഇഷ്ടം പോലെ കണ്ടന്റ് കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാഷൻ എന്താണോ അതിൽ നിങ്ങൾ വീഡിയോ ചെയ്യുക. വീഡിയോ ചെയ്യുമ്പോൾ ഒരു കാറ്റഗറി തന്നെ നോക്കി ചെയ്യും. ഇപ്പം ഞാൻ ചെടികളാണ്, ഈ ചെടികളുടെ ചാനലിൽ വേറൊരു സംഭവം കൊണ്ടുവന്നിട്ട് എനിക്ക് റീച്ച് കിട്ടില്ല, അത് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ വീഡിയോ ഇടുമ്പോൾ മടുക്കും. നമ്മളിപ്പോൾ ആദ്യമൊക്കെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്തത്. അത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 19 പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്യും. അത് ഒരു 2-3 സെൻറ്റൻസിന് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി അത് കാണാതെ പഠിച്ചു, അത് പിന്നെ പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്തത് ഫസ്റ്റിൽ. പക്ഷേ കുറേ ദിവസം ആകുമ്പോൾ അതൊക്കെ അങ്ങ് മാറും. കാര്യം സ്ക്രിപ്റ്റ് എഴുതിയൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു വേർഡ് ഇടയ്ക്ക് മറന്നുപോയാൽ കഴിഞ്ഞു, പിന്നെ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, നമുക്ക് ഓർമ്മ വരത്തില്ല. മറിച്ച് അല്ലാതെ നമുക്ക് വായി തോന്നുന്നങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതങ്ങ് പറഞ്ഞു പോകും. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കും, എന്നിട്ട് വോയിസ് ഓവറാണ് കൊടുക്കുന്നത്, വിഷ്വൽ എടുത്തു വെച്ചിട്ട് പിന്നീട് അതിന് സൗണ്ട് കൊടുക്കും. ഇപ്പം ഞാൻ മാറി ലൈവായിട്ട് നിന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഷോർട്സിലേക്ക് മാറിയപ്പോൾ നമുക്ക് എന്നും കണ്ടൻ്റായി. പിന്നെ ഇപ്പോൾ ഷോർട്സ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ. അപ്പം ആ യൂട്യൂബിലും ഇതിലും വരുന്ന മാറ്റം അനുസരിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് പോകാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ പേരൊക്കെ ഇപ്പം ആദ്യമാണെങ്കിലും എനിക്ക് 100 വീഡിയോ ചെയ്യുന്നവരെ എനിക്ക് വ്യൂസ് ഇല്ല, 2 വ്യൂ 3 വ്യൂ 50 വ്യൂ. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കത്തില്ലേ, അവരെല്ലാം കയറി ചെയ്യുക. അപ്പോൾ ഒരു 50-100 കിട്ടും. ഒരു 10 വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീണ്ടും ഫ്രണ്ട്സിന് അയച്ചു കൊടുത്താൽ അവരത് ചെയ്യില്ല. അപ്പോൾ പിന്നെ 2 വ്യൂ 3 വ്യൂ അങ്ങനെയൊക്കെ ആവും. അങ്ങനെയാകുമ്പോൾ നമുക്ക് മനസ്സ് മടുത്തു, അയ്യോ നമ്മൾ ചെയ്തിട്ട് വലിയ കാര്യമില്ലല്ലോ. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ തളരരുത്. നമ്മളിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നാൽ യൂട്യൂബിനൊരു നാണം തോന്നും. എന്നിട്ട് അവരെന്ത് ചെയ്യും, അവർ നമുക്ക് പ്രൊമോട്ട് ചെയ്യും. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ കുറേ ആകുമ്പോൾ പിന്നെ യൂട്യൂബ് വിചാരിക്കും രക്ഷയില്ല, ഇവിടെ ചെയ്തിട്ടേ പോവുള്ളൂ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് അവരുടെ ഒരു പ്രൊമോഷൻ അങ്ങനെ എന്തോ ഉണ്ട് സംഭവം, എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. റെക്കമെൻഡേഷൻ എന്ന് പറയും. അവർ റെക്കമെൻഡ് ചെയ്തിട്ടാണ് കുറേ വീഡിയോസൊക്കെ എനിക്ക് മുകളിൽ കയറി വന്നത്. ഇപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാതിരുന്ന എന്തോ ഒരു ഇതാണ്. കാര്യം ഇപ്പം ഞാൻ യൂട്യൂബിൽ 3 വീഡിയോ ഇടുന്നുണ്ട് ദിവസം. 2 ഷോർട്ട് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടും. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു ദിവസം സാറിനെ വിളിച്ചിട്ട് ചോദിച്ചിരുന്നു, സാർ എനിക്ക് ഇത്രയും കണ്ടൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ചിലപ്പം ഇൻസ്റ്റയൊന്നും അത്രയധികം കണ്ടൻറ്റ് പ്രോത്സാഹിപ്പിക്കില്ല. ഇൻസ്റ്റയിലൊക്കെ ഒരു ദിവസം ഒരു വീഡിയോ ഒക്കെ മതിയാവും. ഞാനിപ്പോൾ 1 വർഷമായിട്ട് ഇൻസ്റ്റ തുടങ്ങി. ഇൻസ്റ്റയിലും ഇതുപോലെ തന്നെ 75K ആവാൻ പോവുകയാണ്. ഇപ്പോൾ 75K കഴിഞ്ഞെന്ന് തോന്നുന്നു, എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല.
അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഞാൻ വീഡിയോ കുറച്ച് ചെയ്യാതിരിക്കും. 2 ദിവസം ഞാൻ വീഡിയോ ഇടാതിരുന്നു. എന്നിട്ട് 3-ാം ദിവസം ഞാൻ സാറിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ഒരു 20 ദിവസം അങ്ങനെ നോക്കാൻ പറഞ്ഞു. പക്ഷേ 20 ദിവസം എനിക്ക് നോക്കാൻ പറ്റില്ല, എനിക്ക് ഉറക്കമില്ല. എൻ്റെ വീഡിയോ വന്നില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ അടുത്ത വീഡിയോ പോയി ഇടും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വീഡിയോ ചെയ്യുന്നതിൻ്റെ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വിചാരിക്കും 30 ദിവസം 30 വീഡിയോ ഇടണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഒരുപാട് ദിവസം ഇതിനു വേണ്ടി എടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ചിന്തിക്കത്തില്ലേ? എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കുഞ്ഞു വീഡിയോ ആണ് ഇടുന്നതെങ്കിൽ 2-3 ദിവസം ഇരുന്നാൽ കുറേ ദിവസത്തെ വീഡിയോ ചെയ്ത് വെക്കാം. ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പം ഞാൻ മരിച്ചു പോയാൽ തന്നെയും അടുത്ത 2 മാസത്തേക്ക് എൻ്റെ ചാനലിലൊക്കെ വീഡിയോ വരാനുള്ളതുണ്ട്. ഇത് ഷെഡ്യൂൾ ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ വീഡിയോ എടുത്തിട്ട് അത് യൂട്യൂബിൽ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. എത്ര ദിവസത്തേക്ക് വേണേലും നമുക്ക് ഷെഡ്യൂൾ ചെയ്തിടാം. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു 60 ദിവസം ഇടാനുള്ള വീഡിയോസ് എൻ്റെ കയ്യിൽ ഉണ്ടാവും. കാര്യം നമ്മൾ എവിടെ പോയാലും കുഞ്ഞു വിഷ്വൽസ് എടുത്തിട്ടിരിക്കും. അതൊരു വീഡിയോ ഒക്കെ ഇട്ടിരിക്കും. ഇപ്പോൾ ഇന്നലെ ഞാൻ ഇവിടെ വന്നു, ഇന്നലെ ഈവനിങ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് തന്നെ എനിക്ക് 10-30 വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതി ഫ്രീ ആവും. കാര്യം ഫസ്റ്റിലൊക്കെ ഞാൻ വീഡിയോ ചെയ്യാൻ ഓരോ ദിവസവും ഇങ്ങനെ ഇരിക്കും. രാവിലെ ഒരു വീഡിയോ ഇടണം, വൈകുന്നേരം ഒരു വീഡിയോ ഇടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ദിവസം അതിനെ അങ്ങ് പോവും. വേറെ ഒരു ജോലി എനിക്ക് നടക്കില്ല. ഇതിൻ്റെ കണ്ടന്റ് ഉണ്ടാക്കലോ, ഇതിൻ്റെ വീഡിയോ ഇടരുത്. പിന്നെ സാറ് പറഞ്ഞു തന്നു, ഇതുപോലെ 3 ദിവസം 2 ദിവസം 3 ദിവസം മാറി നിന്നിട്ട് നിങ്ങൾ വീഡിയോ പ്രിപ്പയർ ചെയ്ത് അത് ഷെഡ്യൂൾ ചെയ്യാൻ പറഞ്ഞു. ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. എനിക്ക് വേറെ എല്ലാ ജോലിയും ചെയ്യാൻ സമയമുണ്ട്. വീഡിയോയ്ക്കായിട്ട് ഞാൻ പ്രത്യേകം സമയം മാറ്റി വെക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ അത്രയും 1-2 ദിവസം ഇരുന്നിട്ട് ഞാൻ ഫുൾ വീഡിയോ ചെയ്തിടും. അപ്പോൾ ആ ഒരു പാർട്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് ഇതാണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് കണ്ടന്റിലും വീഡിയോ, എന്ത് ഫീൽഡിൽ വീഡിയോ ചെയ്താലും ആ വീഡിയോസ് ഒരു 30 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് ചെയ്ത് വെക്കുക. 2-3 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അത് ഈസിയാണ്. ആദ്യം നമുക്ക് തോന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളത് അതിലങ്ങ് ഓക്കെ ആയി വരും, ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് വരും. എൻ്റെ ബിസിനസ്സിനൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ ചെടികളാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ചെടികൾ പുറത്തേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും എപ്പോഴും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം ബിസിനസ് എനിക്ക് വരുന്നുണ്ട്. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം ഓൺലൈൻ സെയിലാണ്. അറിയാലോ, ചെടികളാകുമ്പോൾ നമുക്ക് പാക്ക് ചെയ്ത് അയക്കുന്നതിന് ഒരു പരിധിയുണ്ട്. മണ്ണൊക്കെ മാറ്റിയിട്ട് അത് പാക്ക് ചെയ്ത് വേണം അയക്കാൻ. അങ്ങനെ പാക്ക് ചെയ്ത് അയക്കുമ്പോൾ ഒരു ദിവസം ചെയ്തെത്തുന്നതിനൊരു പരിധിയുണ്ട്. അത് ചെയ്താൽ തന്നെ നമ്മൾ കൂടുതൽ സ്റ്റാഫിനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് എന്താ പറയുക, കൊറിയർ ഓഫീസിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അവിടെ അവരെടുക്കില്ല. അഥവാ അവരെടുത്താൽ തന്നെ ഒരു 100 കൊറിയറൊക്കെ വിട്ടിട്ട് 100 എണ്ണമൊക്കെ അവരവിടെ ഹോൾഡ് ചെയ്ത് കളയും. അപ്പോൾ ചെടികളായത് കാരണം ഒരു 2-3 ദിവസം അവിടെ ഹോൾഡ് ചെയ്യുമ്പോൾ അത് നശിച്ചു പോകും. പിന്നെ കസ്റ്റമറിനെ കിട്ടുമ്പോൾ നശിച്ചു പോകും. അപ്പോൾ നമുക്ക് അതിലൊന്ന് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അതായിരുന്നു ഏറ്റവും ഫേസ് ചെയ്തിരുന്ന ഒരു ചലഞ്ച്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല, എഡിറ്റിംഗ് അറിയില്ല, നമുക്ക് അപ്ലോഡ് ചെയ്യാൻ അറിയില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നില്ലേ. എൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ടെക്നിക്കലി ഞാൻ 0 ആണ്. ഞാൻ കാറ്റ്സോളിൽ വരുമ്പോൾ 0 ആണ്. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ സാറ് തുടങ്ങി തന്നു. അതിൽ വീഡിയോ എടുക്കാൻ അറിയാം, അപ്ലോഡ് ചെയ്യാൻ അറിയാം. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല. അപ്പോൾ സാറിൻ്റെ അടുത്ത് പല പ്രാവശ്യം സംശയം ചോദിക്കുമ്പോൾ ഞാനിപ്പം ടെക്നിക്കലി 0 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പല സംശയങ്ങളും ചോദിക്കുമ്പോൾ സാറ് പറയും റിംസേ ഓരോ കാര്യങ്ങളും നമ്മുടെ മീറ്റിങ്ങിൽ ചെയ്യിപ്പിക്കുമ്പോൾ സാർ ഓരോന്ന് ചെയ്യാൻ പറയും. എല്ലാവരും അത് ചെയ്ത് പോവും. എനിക്ക് മാത്രം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പോലും വയ്ക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ സാർ അറിയും റിംസേ ക്രോമിൽ കയറിയിട്ട് അത് ചെയ്യാൻ പറയും. ക്രോം എന്തെന്നറിയാത്ത എന്നോടാണ് സാറ് ക്രോമിൽ കയറാൻ പറയുന്നത്. ഞാനവിടെ മൊത്തം തപ്പോ എന്താണ് ക്രോം, അത് നീ എവിടെന്നെങ്കിലും വാങ്ങിക്കേണ്ടതാണോ. എനിക്ക് തോന്നുന്നു ഈ 1 വർഷം മുന്നെയാണ് ക്രോം എന്താണെന്ന് ഞാൻ ശരിക്കും പഠിച്ചതാണ്. ഞാനിങ്ങനെ ഇരുന്ന് എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കാര്യം പഠിപ്പിച്ചാൽ അതിൽ തന്നെ ഇരുന്ന് ഞാൻ പഠിക്കും. പക്ഷെ അടുത്തൊരു കാര്യം പഠിപ്പിച്ചാൽ ആദ്യത്തെ കാര്യം എനിക്കങ്ങ് പോകും. അപ്പം എന്നാലും ഇപ്പം കുറേയൊക്കെ എഴുതി വെച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരെയാണ് അത് ശരിക്കും പഠിച്ചെടുത്തിട്ട് ഇനി അടുത്ത വെബിനാറും കോഴ്സും ഒക്കെ ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പവർ എന്ന് വെച്ചാൽ ഭയങ്കര വലുതാണ്. നമ്മൾ എന്താവശ്യം വന്നാലും പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സോൾവ് ചെയ്ത് തരും. ഒരു ചെടിയുടെ ബിസിനസ്സിൽ നിന്നും 1 വർഷം 1 കോടിയുടെ ബിസിനസ് ചെടിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1 കോടിക്ക് പുറത്ത്. അതെ, എന്നാൽ ഞാൻ ചെയ്തു. അതുകൊണ്ട്
കാര്യം എന്ന് വെച്ചാൽ ചെടികളെന്ന് ഇതുപോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് ശരിക്കും ഞാനിപ്പോൾ സാറ് പറഞ്ഞപ്പോൾ ഈ ഒരു കോഴ്സിലോട്ട് വരണം, മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയോ? എൻ്റെ കൂടെ പഠിച്ചവർ കുറേ നാൾ മുമ്പ് എനിക്കൊരു വോയിസ് അയച്ചിരുന്നു. മാരേജ് കഴിഞ്ഞു, ഭയങ്കര സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, നല്ല ചിത്രം വരയ്ക്കും, ഒരുപാട് കഴിവുകൾ. നമ്മുടെ കൂടെ പഠിച്ചപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ്. പക്ഷെ അത് എന്നോട് വിളിച്ചിട്ട് ചോദിക്കാം, എനിക്കൊരു 200 രൂപ തരുമോ? എന്തിനാന്ന് വെച്ചാൽ കുട്ടിക്ക് പുറത്ത് പോകുമ്പോൾ എന്തോ മേടിച്ചു കൊടുക്കാൻ, ഐസ്ക്രീമോ എന്തോ മേടിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി. കാര്യം നമ്മൾ അത്രയും ഉയരങ്ങളിൽ എത്തുമെന്ന് വിചാരിച്ച ഒരാളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ മാരേജ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ പോസിബിലിറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഹസ്ബൻഡ് സമ്മതിക്കില്ല ഇതൊന്നും ചെയ്യാൻ. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിക്കെങ്കിലും ആവുമല്ലോ എന്നുള്ളത് വെച്ച്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെടികളെന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ടല്ലോ ചെടികൾ വളർത്തുന്നത്, ഇഷ്ടംപോലെ ആൾക്കാരില്ലേ, ഇഷ്ടത്തിനായിട്ട് വളർത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ജോലിയായിട്ട് ചെയ്യാണ്ട് നമ്മുടെ ഇഷ്ടത്തിനായിട്ട് വളർത്തുന്ന ചെടികളിൽ നിന്ന് അവർക്കൊരു വരുമാനം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ, വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അത് നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതൊരു കോഴ്സായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റ തുടങ്ങിയതും നമ്മൾ വീഡിയോയിൽ ഓരോ മാറ്റങ്ങൾ വരുന്നതും എല്ലാം ശരിക്കും ക്യാൻസോളിന് കിട്ടും. ശരിക്കും ക്യാൻസോളിന് വന്നില്ലായിരുന്നെങ്കിലും ഇപ്പോഴും ഒന്നും ആവത്തില്ല. ഇപ്പോഴും അവിടെ ഫേസ്ബുക്കിൽ കിടന്ന് നാട്ടുകാരുടെ അടുത്ത് അടി വെച്ചു, അവിടെയും പോയി ഇവിടെയും പോയി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇങ്ങോട്ട് വന്നത് കൊണ്ടാണ് ഈ ഒരു ലെവലായത്. പിന്നെ നമുക്കിപ്പോൾ ഫേസ്ബുക്കിലൂടെയൊക്കെ ഇപ്പോൾ കുറേ ഇവിടെ പറയത്തില്ലേ ആഡ്, എത്ര രൂപ ആഡിന് ചിലവാക്കിയെന്ന് ചോദിക്കട്ടില്ലേ? ഇതുവരെ 1 രൂപ ഞാൻ ഈ ഒരു സെയിലിന് വേണ്ടിയിട്ട് ആഡിന് ചിലവാക്കിയിട്ട് വന്നിട്ടില്ല. ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇത് സാറ് പറഞ്ഞിരുന്നുണ്ടല്ലോ, നിങ്ങൾ വീഡിയോ ചെയ്യുമെന്ന് പറയില്ലേ. നമുക്ക് പണ്ട് ചെയ്ത 3 വർഷം മുന്നേ ചെയ്ത വീഡിയോ ഇന്ന് ഇപ്പോഴും നമുക്ക് വരുമാനം വരുന്നുണ്ട്. കാര്യം ഇപ്പോൾ ജേഡ് വൈൻ പോലുള്ള ചെടികൾ, ചില വെറൈറ്റി ചെടികളൊക്കെ നോർത്ത് ഇന്ത്യക്കാരും നമ്മുടെ വീഡിയോ ഇപ്പോഴാണ് കാണുന്നത്. അവരിപ്പോഴും അത് കണ്ടിട്ട് നമുക്ക് ഓർഡർ തരും. അപ്പോൾ പണ്ടത് ഞാൻ പറഞ്ഞില്ലേ 8 മാസത്തോളം യാതൊരു വീഡിയോ ചെയ്യാതെ വീട്ടിൽ ഇരുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് വരുമാനത്തിന് കുറവില്ലായിരുന്നു. അപ്പോൾ വീഡിയോ ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ സാറ് വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ വീഡിയോ ചെയ്യാം, എന്തെങ്കിലും ആയിക്കോട്ടെ. എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഇത്രയും പറഞ്ഞു തരാനുള്ളൂ. നിങ്ങളുടെ പാഷൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അതിൽ നിന്ന് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും വീഡിയോ നമുക്കതൊരു തലവേദനയായിട്ട് തോന്നില്ല. നമുക്ക് എന്നും ചെയ്യുന്നൊരു കാര്യം അത് വീഡിയോ ആക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം വരത്തില്ലല്ലോ. നമുക്ക് പരിചയമില്ലാത്തൊരു ഫീൽഡിൽ പോയിട്ട് വീഡിയോ ചെയ്ത്, ഇപ്പോൾ ചിലർക്ക് തോന്നുന്നില്ല, ഞാനിപ്പോൾ അങ്ങനെയാണ്, മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് തോന്നും അത് പോയി ഇപ്പോൾ എനിക്ക് മറച്ചു കളയാൻ തോന്നും. നടക്കത്തില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ട്രാവൽ വ്ലോഗ് തുടങ്ങി, ഞാൻ ഓടിപ്പോയി ഇപ്പോൾ ചെയ്ത് കളയാന്ന് പറയും. മാസത്തിൽ ആണ്ടിലോ ഇതുപോലെ വല്ലയിടത്ത് വരുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അത് പിന്നെ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. എനിക്കൊന്ന് ഇപ്പോൾ ഒക്കെ ഉള്ളത് കൊണ്ട് കുറേയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതൊക്കെ പഠിച്ചു വേണമെങ്കിൽ എനിക്കും പിന്നെ കുറേ സമയം എടുക്കും. എക്സ്പേർട്ടൊക്കെ ചിലപ്പം പറ്റുമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും അവനവനെ അറിയാവുന്ന കാര്യത്തിൽ, അത് എന്ത് കാര്യമായിരുന്നാലും അങ്ങനെയുള്ള കാര്യത്തിൽ വീഡിയോ ചെയ്താൽ ഉറപ്പായിട്ടും മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ സാറ് പറയുന്നവനെ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യുക. എല്ലാ ദിവസവും ഇന്ന സമയത്ത് ഇടുമെന്നുണ്ടെങ്കിൽ ഇന്ന സമയത്ത് ഇടാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചാനൽ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. 1 രൂപീ ചാനലിന് ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കാണുന്നവർക്ക് തോന്നും നമ്മൾ 1 രൂപയ്ക്ക് ഒരു പ്ലാന്റ് കൊടുക്കുന്നു. ശരിക്കും അതിലൊരു നമ്മുടെ ഒരു പാഷൻ്റെ ഭാവമുണ്ട്. എല്ലാവർക്കും നമ്മുടെ 1 രൂപീ പ്ലാന്റ് കിട്ടണം. ഒരു രൂപയ്ക്ക് എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ചെടി വാങ്ങിക്കാൻ കഴിവില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അതിലുള്ളൊരു മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ, അതിലുള്ളൊരു ലാഭം എന്താണെന്ന് വെച്ചാൽ, ഒരു 3000 പേര് 1 രൂപീ പ്ലാന്റ് ഓർഡർ ചെയ്താൽ അതിലൊരു 600 പേരായിരിക്കും 1 രൂപീ മാത്രം ഓർഡർ ചെയ്യുന്നവർ. ബാക്കിയുള്ളവർ 500 രൂപയ്ക്ക് 600 രൂപയ്ക്ക് ഓർഡർ ചെയ്യും. കാര്യം ആ 1 രൂപീയുടെ കൂടെ അവർ വേറെ പ്ലാന്റ്സ് മേടിക്കും. അപ്പോൾ എനിക്കത് ലാഭമാണ്. ഇപ്പം 1 രൂപീ തന്നെ മേടിച്ചാൽ നമുക്കത് വലിയൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഈ 1 രൂപീ പ്ലാന്റ് മേടിക്കുന്നവർ നാളത്തെ നമ്മുടെ കസ്റ്റമറാണ് അല്ലേ. അതുകൊണ്ട് തന്നെ എനിക്കത് ലാഭമായിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ നമുക്കൊരു സന്തോഷമല്ലേ, ചെടികൾ വിൽക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടല്ലേ. എല്ലാവരും വാട്സപ്പ് ത്രൂ ആണ് ഇപ്പോഴും ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വാട്സപ്പ് ത്രൂ എടുക്കുമ്പോൾ അതിൻ്റെ പരിമിതികളുണ്ട്. പക്ഷേ എനിക്ക് വെബ്സൈറ്റിലേക്ക് മാറാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും അത് പഠിപ്പിച്ചു തന്നതും സാറാണ്. അപ്പോൾ ഇന്നെനിക്ക് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്
അതുവഴിയാണ് ഞാൻ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ചാർട്ട് ചെയ്യാൻ പറ്റുന്നുള്ള വലിയ ഹെഡേക്കുകളൊന്നുമില്ല. കുറച്ച് നാളായതേ ഉള്ളൂ, 1 വർഷം ആയതേ ഉള്ളൂ അതിലേക്ക് മാറിയിട്ട്. അപ്പോൾ പണ്ട് നമ്മുടെ വാട്സപ്പിലൂടെ എടുത്തിരുന്ന ഓർഡറുകൾ അതിൻ്റെ ആ തലവേദനയും കാര്യങ്ങളും ഒത്തിരി സ്റ്റാഫുകൾ കുറച്ചു. കാര്യം കസ്റ്റമർ സപ്പോർട്ടിൽ തന്നെ ഒരു 7 or 8 സ്റ്റാഫിനെ ഇരുത്തിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇല്ല, ഒരൊറ്റ ആളേ ഉള്ളൂ. ഒറ്റ ആളെ വെച്ചിട്ട് വെബ്സൈറ്റ് ത്രൂ ആണ് ഇപ്പോൾ ഓർഡർ എടുക്കുന്നത്. വെബ്സൈറ്റ് ത്രൂ ഓർഡർ എടുക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റും. ഒരാൾ വന്നിട്ട് എനിക്ക് പ്ലാന്റ് അയച്ചില്ല എന്ന് പറഞ്ഞാലും, അല്ലെ അയച്ചിട്ട് കരിഞ്ഞാൽ കിട്ടിയെന്ന് പറഞ്ഞാലും നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ കൊറിയർ അയച്ചു, എന്ന് പോയി, ഇവർ ലേറ്റ് ആയിട്ടാണോ കൈപ്പറ്റിയത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ബിസിനസ് ഓട്ടോമേറ്റ് ചെയ്ത് കിട്ടി എന്നുള്ളത് കാഡ്സോളിൽ നിന്ന് കിട്ടിയതാണ്. നെക്സ്റ്റ് സ്കെയിലപ്പ് ചെയ്യാന്നുള്ള പ്രോജക്റ്റ് ഇതാണ്. എനിക്ക് 10,000 ആൾക്കാർക്ക്, അതായത് ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് അവരിഷ്ടപ്പെട്ട് ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് അവർക്കൊരു സ്ഥിര വരുമാനം ഉണ്ടാക്കി കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബ്, ഇൻസ്റ്റ ഇതുപോലെയുള്ള ആമസോൺ സെയിലൊക്കെ പഠിപ്പിച്ച് കൊടുക്കണമെന്നുള്ളതാണ്. അതിനാണ് ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്.